കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കി കോഴിക്കോട് ജില്ലയിൽ വൻ പൊട്ടിത്തെറി. DCC ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദ് ഔദ്യോഗിക സ്ഥാനങ്ങൾ രാജിവെച്ചു. വെറും ഒരു രാജിയല്ല, നേതൃത്വത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു തുറന്ന യുദ്ധപ്രഖ്യാപനം കൂടിയാണ് നിജേഷ് അരവിന്ദിന്റേത്. സ്ഥാനാർത്ഥി നിർണയം മുതൽ പുകഞ്ഞുകൊണ്ടിരുന്ന അതൃപ്തിയാണ് ഇപ്പോൾ പൊട്ടിത്തെറിയിൽ കലാശിച്ചിരിക്കുന്നത്. തന്നെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ നിന്നും ബോധപൂർവം വെട്ടിനിരത്തിയെന്നും ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ഇരയാക്കി മാറ്റിയെന്നുമാണ് അദ്ദേഹത്തിന്റെ ആക്ഷേപം. പ്രത്യേകിച്ച് ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളിൽ നിന്നും തന്നെ പൂർണ്ണമായും മാറ്റി നിർത്തി. കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രധാന ഭാരവാഹിയായിരുന്നിട്ടും തന്നെ പരിപാടികൾ അറിയിക്കാതെ ഇരുട്ടിൽ നിർത്തിയെന്നാണ് അദ്ദേഹം KPCCക്ക് നൽകിയ കത്തിൽ പറയുന്നത്. നേരത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബാലുശ്ശേരി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വത്തിനായി നിജേഷ് അരവിന്ദിന്റെ പേര് സജീവമായി ഉയർന്നു കേട്ടിരുന്നു. എന്നാൽ അവസാന നിമിഷം തഴയപ്പെട്ടതിലുള്ള അമർഷം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സംഘടനാ തലത്തിലും തഴയപ്പെടുന്നു എന്ന പരാതിയുമായി അദ്ദേഹം രംഗത്തെത്തുന്നത്. തിരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിൽ ഒരു മുതിർന്ന നേതാവ് ഇത്തരത്തിൽ കടുത്ത നിലപാടെടുക്കുന്നത് കോഴിക്കോട് കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. അതേസമയം കെട്ടടങ്ങുന്നതിന് മുൻപേ തന്നെ സംസ്ഥാന നേതൃത്വത്തെ വിറപ്പിച്ചുകൊണ്ട് MK രാഘവൻ MP ഡൽഹിയിൽ നിന്നും വെടിയുണ്ടകൾ തൊടുത്തിരിക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി കസേര കളിയിൽ കടുത്ത അതൃപ്തിയാണ് MK രാഘവൻ പരസ്യമാക്കിയിരിക്കുന്നത്. വോട്ട് എണ്ണി ഫലം വരും മുൻപേ മുഖ്യമന്ത്രി പദവിക്കായി നേതാക്കൾ നടത്തുന്ന തെരുവ് യുദ്ധം പാർട്ടിയുടെ പ്രതിച്ഛായ തകർക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇതിന് പിന്നാലെ പാർട്ടിയിലെ ചില നേതാക്കളുടെ ദുർവാശിക്കെതിരെയും അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ ആഞ്ഞടിച്ചു. MPമാർ നിയമസഭയിലേക്ക് മത്സരിക്കാൻ പാടില്ലെന്ന തീരുമാനം ഹൈക്കമാൻഡിന്റേതല്ലെന്നും അത് കേരളത്തിലെ ചില നേതാക്കൾ സ്വന്തം താല്പര്യത്തിനായി ഹൈക്കമാൻഡിന്റെ തലയിൽ വെച്ചുകെട്ടുകയാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു. എറണാകുളം DCC പ്രസിഡന്റ് ഷിയാസ് ആണ് ഈ വിവാദങ്ങൾക്ക് തുടക്കമിട്ടതെന്നും ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്നും രാഘവൻ സംശയിക്കുന്നു. PD സതീശന്റെ പേര് എടുത്തു പറഞ്ഞില്ലെങ്കിലും നേതൃത്വത്തോടുള്ള തന്റെ വിയോജിപ്പ് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതിയിൽ നടന്ന കാര്യങ്ങൾ തനിക്ക് അറിയാമെന്നും അധികാരം ലഭിച്ചാൽ എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് കണ്ടറിയണമെന്നുമുള്ള MK രാഘവന്റെ വാക്കുകൾ കോൺഗ്രസിനുള്ളിൽ പുതിയൊരു ചേരിതിരിവിന് വഴിമരുന്നിട്ടിരിക്കുകയാണ്. UDFിലെ ഘടക കക്ഷികൾ പോലും ഈ ചർച്ചകളിൽ അതൃപ്തരാണെന്ന വെളിപ്പെടുത്തൽ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് വലിയ തലവേദനയാകുമെന്ന് ഉറപ്പാണ്. എന്തായാലും കോഴിക്കോട്ടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറി മറിയുന്ന കാഴ്ചയാണ് നിജേഷ് അരവിന്ദിന്റെ രാജിയോടെ ദൃശ്യമാകുന്നത്. വെറുമൊരു പദവി ഒഴിയൽ എന്നതിലുപരി പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര ജനാധിപത്യത്തെയും ഗ്രൂപ്പിസത്തെയും വിരൽ ചൂണ്ടുന്ന ഒന്നായി ഈ മാറ്റത്തെ കാണാം. ബാലുശ്ശേരിയെ പോലെ പാർട്ടിക്ക് നിർണായക സ്വാധീനമുള്ള മേഖലയിൽ മണ്ഡലത്തിന്റെ ചുമതലയുള്ള നേതാവിനെ തന്നെ ഇരുട്ടിൽ നിർത്തി എന്ന ആരോപണം ഗൗരവതരമാണ്. തിരഞ്ഞെടുപ്പ് കളിമുറ്റത്ത് നിൽക്കുമ്പോൾ കോഴിക്കോട് കോൺഗ്രസിനെ പിടിച്ചുകുലുക്കുന്ന ഈ നീക്കം KPCC അധ്യക്ഷൻ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നത് വരും ദിവസങ്ങളിലെ ചർച്ചാ വിഷയമാകും. താഴെത്തട്ടിലെ പ്രവർത്തകർക്കിടയിൽ ഈ രാജി ഉണ്ടാക്കുന്ന ഓളം ചെറുതാകില്ലെന്നുറപ്പാണ്.